അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് മഹത്വങ്ങളാണ് ഈ പരിശുദ്ധമായ മാസത്തിന് നൽകിയിട്ടുള്ളത്. പരിശുദ്ധമായ ഖുർആനിൽ വൽ ഫജ്രി വലയാലിൻ അശ്ർ എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ഫജ്ർ, ഇതിലൂടെ പരിശുദ്ധമായ ഈ മാസത്തിന്റെ പ്രത്യേകതകളാണ് അള്ളാഹു പഠിപ്പിക്കുന്നത്. വലയാലിൻ അശ്ർ, 10 ദിവസങ്ങളെ കൊണ്ട് അള്ളാഹു തആല സത്യം ചെയ്യുകയാണ്. അത് ഈ പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളാണ് എന്ന് മഹാരഥന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. ഈ മാസത്തിന് ഒരുപാട് മഹത്വങ്ങളുണ്ട്. ധർമ്മസമരങ്ങളിൽ ഏർപ്പെടുന്നതിനെക്കാട്ടിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഇഷ്ടം ഈ മാസത്തിൽ ആരാധന കൊണ്ട് ധന്യമാകലാണ് എന്ന് പരിശുദ്ധരായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അത്രയും വലിയ പുണ്യങ്ങളുള്ള ഈ മാസത്തെ വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയണം. ഈ മാസത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്തുകളുണ്ട്. അതിൽ ദുൽഹിജ്ജ 1 മുതൽ 9 വരെ നോമ്പ് നോക്കൽ, വ്രതാനുഷ്ഠാനം വളരെ പുണ്യമുള്ളതാണ്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുടങ്ങാതെ ദുൽഹിജ്ജ മാസത്തിലെ നോമ്പ് അനുഷ്ഠിക്കാറുണ്ടായിരുന്നു എന്ന് അവിടുത്തെ പ്രിയതമ ഹഫ്സ റളിയല്ലാഹു അൻഹ ഓർത്തെടുക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ മുടങ്ങാതെ കൃത്യമായി അനുഷ്ഠിച്ചിരുന്നു എന്നാണ് അവിടുത്തെ പ്രിയതമ നമ്മെ പഠിപ്പിക്കുന്നതെങ്കിൽ, നമ്മളൊക്കെ ലോക്ക്ഡൗൺ ആയിട്ട് നമ്മളൊക്കെ വീടുകളിൽ തന്നെയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പുണ്യം പഠിപ്പിച്ച, അവിടുത്തെ ജീവിതത്തിൽ മുടങ്ങാതെ നിർവഹിച്ച ദുൽഹിജ്ജ മാസത്തിലെ നോമ്പ് അനുഷ്ഠിക്കാൻ നമുക്ക് എന്തുകൊണ്ടും പറ്റിയ സമയങ്ങളാണ്. കഴിയുന്നവരൊക്കെ ഉപയോഗപ്പെടുത്തണം. 1-2 നോമ്പ് പൂർണ്ണമായി പോയിട്ടുണ്ട്, ബാക്കിയുള്ള നോമ്പ് അനുഷ്ഠിക്കാൻ നമുക്ക് കഴിയണം. അതുപോലെ ഈ മാസത്തിന് വളരെ പുണ്യമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഈ മാസത്തിലെ അഅമാലുകൾക്ക് അല്ലാഹു തആലയ്ക്ക് വലിയ ഇഷ്ടമാണ്, അതുപോലെ അള്ളാഹുവിൻ്റെ അടുക്കൽ വണ്ണമായ പ്രതിഫലമുള്ളതുമാണ്. ഇത് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇമാം തബറാനി റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്യുന്നു, ഫഅക്സിറു ഫീഹിന്ന മിനത്ത് തസ്ബീഹി വത്തഹ്മീദി വത്തഹ്ലീലി വത്തക്ബീർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ വാചകം ഇമാം തബറാനി റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്തു. അതുകൊണ്ട് ഈ പുണ്യമാസത്തിൽ നിങ്ങൾ തസ്ബീഹിനെയും സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, ഈ ദിക്ർ നിങ്ങൾ അധികരിപ്പിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. ഈ ഹദീസിന്റെ പശ്ചാത്തലത്തിൽ യമനിൽ ജീവിക്കുന്ന മഹാനായ പണ്ഡിതൻ, ലോകത്ത് മുഴുവൻ പ്രസിദ്ധനായ മഹാനായ ഉമർ ഹഫിളഹുല്ലാഹു വറഅഹ്, മഹാനുഭാവൻ നിർദ്ദേശിക്കുകയാണ്, പരിശുദ്ധമായ ഈ പുണ്യമാസത്തിൽ ആദ്യത്തെ 10 ദിവസങ്ങളിൽ നിങ്ങൾ ബാഖിയാത്തുസ് സ്വാലിഹാത്ത് എന്ന ദിക്ർ അധികരിപ്പിക്കുക. എന്താണ് ബാഖിയാത്തുസ് സ്വാലിഹാത്ത്? സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ. ഈ ദിക്ർ നിങ്ങൾ അധികരിപ്പിക്കുക. ഹൗക്കലത്ത് കൂടി ചേർത്ത് പറഞ്ഞാൽ വളരെ പുണ്യമാണ്. അത് കൻസും മിൻ കുനൂസിൽ ജന്ന, സ്വർഗത്തിലെ ഒരു നിധിയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. എന്താണ് ഹൗക്കലത്ത്? ഹൗക്കലത്ത് എന്ന് പറഞ്ഞാൽ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ഇതുകൂടി ചേർത്ത് പറയാൻ മഹാനുഭാവൻ നിർദ്ദേശിക്കുകയാണ്. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ഈ ദിക്ർ ദുൽഹിജ്ജ മാസത്തിൽ ധാരാളം അധികരിപ്പിക്കാൻ മഹാനുഭാവൻ നിർദ്ദേശിക്കുകയാണ്. ചുരുങ്ങിയത് 300-ന്റെയും 700-ന്റെയും ഇടയിൽ, അല്ലെങ്കിൽ 1000, അല്ലെങ്കിൽ 3000, എത്രയാണോ സാധിക്കുന്നത് അത്രയും ചെല്ലാൻ മഹാനുഭാവൻ നിർദ്ദേശിക്കുകയാണ്. അതുപോലെ പരിശുദ്ധമായ യമൻ, ആ നാട്ടിൽ ദുൽഹിജ്ജ പിറന്നാൽ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ രാത്രികാലങ്ങളിൽ മുടങ്ങാതെ നിർവഹിക്കുന്ന ദിക്റുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അദദൽ ലയാലി വദ്ദുഹൂർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് അദദൽ അയ്യാമി വശ്ശുഹൂർ തുടങ്ങുന്ന നീണ്ട ദിക്ർ. ഇൻഷാ അല്ലാഹ് അതിന്റെ വിശദീകരണങ്ങൾ, ആ ദിക്ർ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. കഴിയുന്നവർക്ക് ചൊല്ലുക. യമനിൽ ഹളർമൗത്തിൽ അവിടുത്തെ എല്ലാ പള്ളികളിലും മുഅ്മിനീങ്ങൾ ചൊല്ലുന്ന ദിക്റാണ്. പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിൽ നമുക്ക് പതിവാക്കാൻ പറ്റിയതാണ്. ഇങ്ങനെ ദിക്റ് കൊണ്ടും സ്വലാത്ത് കൊണ്ടും അതുപോലെ നിസ്കാരം കൊണ്ടും നോമ്പ് കൊണ്ടും ഈ പുണ്യമാസത്തെ ഏറ്റെടുക്കാൻ നമുക്ക് സാധിക്കണം. അതുപോലെ ഈ പുണ്യമാസത്തിൽ വളരെ പുണ്യമായ ഇബാദത്താണ്
തക്ബീർ അധികരിപ്പിക്കുക എന്നുള്ളത്. തക്ബീർ പല വിധത്തിലുണ്ട്. അതിൽ ഒന്നാണ് ദുൽഹിജ്ജ 1 മുതൽ ഉളുഹിയ്യത്തിന്റെ മൃഗങ്ങളെ കാണുമ്പോൾ തക്ബീർ ചൊല്ലുക എന്നുള്ളത്. അല്ലാഹു അക്ബർ എന്ന തക്ബീർ, അത് മൃഗത്തെ കാണുമ്പോഴും അതിന്റെ ശബ്ദം കേൾക്കുമ്പോഴും ആ തക്ബീർ ചൊല്ലലിൽ പുണ്യമുണ്ട്. സൈനുദ്ദീൻ മഖ്ദൂം റഹ്മത്തുള്ളാഹി അലൈഹി ഫത്ഹുൽ മുഈനിൽ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ പെരുന്നാളിന്റെ പിറ കണ്ടതു മുതൽ പെരുന്നാൾ രാവ് മുതൽ തക്ബീർ, പെരുന്നാൾ നിസ്കാരത്തിനു വേണ്ടി തക്ബീർ ചൊല്ലുന്നത് വരെയുള്ള സമയത്ത് അല്ലാഹു അക്ബറിന്റെ പൂർണ്ണമായ തക്ബീർ, നമ്മൾ പെരുന്നാളുകൾക്ക് ചൊല്ലാറുള്ള തക്ബീർ, അത് പൂർണ്ണമായി ചൊല്ലൽ അത് പ്രത്യേകം പുണ്യമുള്ളതാണ്. അത് ധാരാളം ചൊല്ലൽ നല്ലതാണ്. അതുപോലെ അറഫ ദിവസത്തെ സുബഹി മുതൽ അയ്യാമുത്ത തശ്രീഖിന്റെ അവസാന അസ്ർ വരെയുള്ള നിസ്കാരങ്ങൾക്ക് ശേഷം തക്ബീർ ചൊല്ലൽ സുന്നത്താണ്, പുണ്യമുള്ള സംഗതിയാണ്. ഇങ്ങനെ തക്ബീർ ഈ മാസത്തിൽ വിവിധ രൂപത്തിലുണ്ട്. അത് കഴിയുന്നത് പോലെ എല്ലാവരും ഈ മാസത്തിൽ വർദ്ധിപ്പിക്കുക. അല്ലാഹു തആല തൗഫീക്ക് നൽകുമാറാകട്ടെ. അതുപോലെ മറ്റൊരു പുണ്യകർമ്മമാണ് ഉളുഹിയ്യത്ത് എന്ന് പറയുന്നത്. ഞാൻ വിശദീകരിക്കുന്നില്ല. സുന്നത്തായ കർമ്മങ്ങളിൽ വലിയ പുണ്യമുള്ള സംഗതിയാണ് ഉളുഹിയ്യത്ത് എന്ന് പറയുന്നത്. ദാനധർമ്മങ്ങളെക്കാളും വലിയ പുണ്യമാണ് ഉളുഹിയ്യത്തിനുള്ളത്. അത് ഒരാളുടെ ജീവിതത്തിൽ പെരുന്നാളിന്റെ ദിവസം തനിക്കും താൻ ചെലവ് കൊടുക്കേണ്ടവർക്കും ചെലവ് കഴിഞ്ഞിട്ട് ബാക്കിയുണ്ടെങ്കിൽ ഉളുഹിയ്യത്ത് കൊടുക്കൽ അവന്റെ ബാധ്യതയാണ്. ഉപേക്ഷിക്കൽ കറാഹത്താണ്. ഹനഫി മദ്ഹബിൽ വാജിബാണ്. അത് ഉപേക്ഷിക്കൽ കുറ്റകരമാണ്. ഈ നിലയ്ക്ക് വളരെ പുണ്യമുള്ള ഇബാദത്താണ്. സിറാത്ത് കടക്കാനുള്ള പാലമാണ്. സിറാത്ത് കടക്കാൻ നമ്മെ സഹായിക്കുന്ന മൃഗമാണ് ഉളുഹിയ്യത്തിന്റെ മൃഗമെന്ന് ഹദീസുകളിൽ കാണാവുന്നതാണ്. ഈ നിലയ്ക്ക് വളരെ പുണ്യമുള്ള പരിശുദ്ധമായ മാസം ഇത് അറഫയുടെ മാസമാണ്. ഒരുപാട് പുണ്യമുണ്ട് അറഫ ദിവസത്തിന്. ആരാധനകൾ കൊണ്ട് ധന്യമാക്കേണ്ട ദിവസമാണ്. അറഫയുടെ രാവും പകലും പുണ്യമുള്ളതാണ്. പെരുന്നാളിന്റെ രാവിന് വലിയ പുണ്യമുണ്ട്. ഒരു വിശ്വാസിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അടുക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല സുവർണാവസരമാണ് ഈ മാസം. അല്ലാഹു തആല ഭൂമിയിൽ ഫസാദ് ഇറക്കുന്നത് മനുഷ്യർ ചെയ്തു കൂട്ടിയ വിപത്തുകൾ കൊണ്ടാണ്, തിന്മകൾ കൊണ്ടാണ്. അപ്പോൾ തൗബ ചെയ്ത് അല്ലാഹുവിലേക്ക് അടുക്കാൻ കഴിയുന്ന വിശുദ്ധമായ അവസരങ്ങളാണ് നമ്മിലേക്ക് എത്തിപ്പെട്ടിട്ടുള്ളത്. വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തുക. അല്ലാഹു തആല തൗഫീക്ക് നൽകുമാറാകട്ടെ.